ഉണ്ടാക്കുന്നത് ചായ മനസ തോരൻ. അതിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി അരിഞ്ഞത്. ഇനി ചേർക്കേണ്ടുന്നത് കടുക് വറക്കുമ്പോൾ ഇച്ചിരി സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് അരയ്ക്കാൻ നേരത്തെ തോരന് ഇച്ചിരി തേങ്ങ, ശകലം മുളക് പൊടി, മഞ്ഞൾ മാത്രം. ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചായ മനസ തോരൻ റെഡിയാക്കാൻ തുടങ്ങുകയാണ്. ചീനിച്ചട്ടി വെച്ചു. വെളിച്ചെണ്ണ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. സ്വല്പം കടുകിട്ടു. തന്നെ മുളക്, ഒന്ന് പൊട്ടിത്തുടങ്ങുന്നുടനെ ഉഴുന്നുപരിപ്പിട്ടു. ഉഴുന്നുപരിപ്പം നമ്മുടെ സ്വല്പം ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഒന്ന് മൂത്ത് ചെറിയ നിറം മങ്ങി തുടങ്ങുന്നതിന് പച്ചമുളക്, സവാള. അല്ലാതെ വെളുത്തുള്ളിയും മുളകും മാത്രം തേങ്ങ കൊത്തിൻ്റെ കൂടെ ചതച്ചിട്ട് അങ്ങനെ സാധാരണ ചീരത്തോരൻ വെക്കുന്ന പോലെ വെച്ചാലും നല്ല രുചിയാണ്. ഇതിനൊരു പ്രത്യേക രുചിയുണ്ട്. പ്രഷറിനും ഷുഗറിനും ഒക്കെ നല്ലതാണെന്ന് ഇങ്ങനെ പറയുന്നു കുറയാൻ. ഉഴുന്നുപരിപ്പും ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, ചുമന്ന് വന്നിട്ടുണ്ട്. അന്നേരം നമ്മുടെ ചായ മനസ ഇതിൻ്റെ കൂടെ സ്വല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടെ തളിച്ച് ഒന്ന് വേവണം. എന്നാലും നല്ല സ്വാദായിരിക്കും. ഇതിൻ്റെ വെന്തിറങ്ങിയ മണം വരുമ്പം തേങ്ങ ചതച്ചതും ഇച്ചിരി വെളുത്തുള്ളി തേങ്ങയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് മുളക് പൊടി ശകലം ഇട്ടതാണ്. അതും കൂടിയിട്ട് ഒന്ന് പറ്റി വരുമ്പോൾ ഇളക്കിയാണ്. നമ്മുടെ ചായ മനസ്സ് റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തേങ്ങയും ശകലം മുളക് പൊടിയും കൂടി ഇട്ടതാണ്. നമ്മുടെ ചായ മനസ തോരൻ റെഡിയായി. 5 മിനിറ്റ് മതി ഇത് റെഡിയാവാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇല കാണിച്ചല്ലോ, അത് കല്ലാമുളകിൻ്റെ ഇല പോലെ ഇരിക്കുമെങ്കിലും വളർത്തുന്ന ചീരയാണ്. സൂപ്പർ ചീരയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക.